പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ്ട കറികൾ കേട്ടോ. നമ്മളിന്ന് കപ്പ ബിരിയാണി എടുത്തിട്ടുണ്ട്, പിന്നെ സാമ്പാർ, ബീട്രൂട്ട് തോരൻ, പിന്നെ 5 സദ്യ ഉണ്ട് കേട്ടോ. കിച്ചടി, പച്ചടി, ഇഞ്ചിക്കറി, പിന്നെ നമ്മൾ അവിയൽ, പപ്പടം, പായസം, അങ്ങനെ 5 ഊണുണ്ട്. അതുകൂടാതെ നമുക്കൊരു 20 ഊണുണ്ട് കേട്ടോ. അതുകൂടാതെ നമുക്ക് അല്ലാതെ ഊണുകളുണ്ട്. എല്ലാം കൂടി ഇന്ന് നമുക്ക് 32 ഊണുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോളോവറായ ഒരു ചേട്ടൻ്റെ സുഹൃത്ത് ഓസ്ട്രേലിയ കേട്ടോ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് 60 ഊണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സമയപരിധി ആ ചേട്ടനെ അറിയിച്ചതോടെ ആ ചേട്ടൻ നമുക്ക് 3 ദിവസമായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതായത് ശനി ഞായർ തിങ്കളായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ഇന്ന് 20 ഊണ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഊണ് തന്ന് സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിച്ചിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്കും എൻ്റെ കൂടെ ഒരു ഭാഗമായി ചേരാം. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തേക്കാം, മെസ്സേജ് അയച്ചാൽ മതി. എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിന്ന് ഊണ് കൊടുത്ത കൂട്ടത്തിൽ ഒരാളുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും എന്നോട് പറയാറുണ്ട് ഞങ്ങൾ ഇച്ചിരി റിച്ച് ആയിട്ടാണ് കൊടുക്കാറ്. അതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് കൊടുത്ത ആളാണ്. ഞങ്ങളെല്ലാം കൊടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹം ആ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ. നമ്മളെ പിന്നെ ഉണ്ടായിരുന്ന ഒരു മിച്ചം ഉണ്ടായിരുന്ന ഒരു പുതിയ ചേട്ടന് കൊടുത്തു കേട്ടോ. നമ്മൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇവരെല്ലാം മിക്കപ്പോഴും തലേദിവസമൊക്കെ ആയിട്ട് പട്ടിണിയായിരിക്കും. നമ്മൾ ഈ കൊടുക്കുന്ന ഭക്ഷണമാണ് അവർക്ക് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളെ കൊണ്ട് മാക്സിമം എന്നെക്കൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 20 പേർക്ക് 30 പേർക്ക് മാക്സിമം ഒരു ദിവസം കൊടുക്കാൻ പറ്റത്തുള്ളൂ. കൊടുക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇത് ചെയ്യുന്നത് എനിക്ക് റീച്ചിന് വേണ്ടിയാണെന്ന്, പേജിൻ്റെ ഗ്രോത്തിന് വേണ്ടിയാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഭാഗം നമുക്ക് ഒരിക്കലും അടച്ചു കെട്ടാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ പറയുന്നവൻ്റെ കുടുംബത്തിൽ നിന്നോ നമുക്ക് സഹായങ്ങളൊന്നും മേടിച്ചിട്ടല്ല നമ്മൾ ഈ പരിപാടികൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഓരോ സദ്യ അല്ലെങ്കിൽ നോർമലായിട്ട് ഊണ് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ ഡിമാൻഡ് കാണും, അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സഹായം ചെയ്യുന്നവർക്ക് കാണും മനസ്സിൽ അവർ ചെയ്യുന്ന സഹായം കൊടുക്കുന്നതെങ്കിൽ അവർക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്.